ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് ദിവസമായി വോയിസ് ഓവറൊക്കെ ഒരു വീഡിയോയ്ക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ടൊരു ചെറിയ സ്റ്റോറി പറയാമെന്ന് കരുതി കേട്ടോ. റീസെൻ്റായിട്ട് നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. പ്രകാശ് ഏട്ടന് ജോബ് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങളൊരു 48 ദിവസങ്ങൾ വ്രതം ഇരിക്കുകയുണ്ടായി. ആ 48 ദിവസങ്ങൾ വ്രതം കഴിഞ്ഞതിന് ശേഷം മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട്, ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വ്രതം ഇരുന്നത്. വ്രതം കഴിഞ്ഞതിന് ശേഷം മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് തീർത്ഥം കുടിച്ചതിന് ശേഷം നമുക്ക് ആ വ്രതം അവസാനിപ്പിക്കണമായിരുന്നു. സ്ഥിരം ഞങ്ങൾ പോകുന്ന 48 ദിവസങ്ങൾക്ക് ശേഷം സ്ഥിരം നമ്മൾ പോകുന്ന അമ്പലത്തിൽ പോകാതെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാമെന്ന് ഗൂഗിൾ മാപ്പ് വഴി ഒരു ക്ഷേത്രം നോക്കിയിട്ട് ഞങ്ങൾ പോയി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ അമ്പലത്തിൽ പൂജാരി ഉണ്ടായിരുന്നില്ല. പൂജാരി പൂജയും വഴിപാടൊക്കെ കഴിഞ്ഞ് പോയി എന്ന് തോന്നിയായിരുന്നു. ചെറിയൊരു അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു അമ്പലത്തിലേക്ക് പോവുക ഒരു വഴിയുള്ളൂ എന്ന് മനസ്സിലായി. ഞങ്ങളവിടെ തൊഴുതിട്ട് എന്താ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് തന്നെ വേറെ അടുത്ത എന്തെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ, കാരണം ഇവിടുത്തെ കോയമ്പത്തൂരിലെ മാക്സിമം എല്ലാ അമ്പലങ്ങളും മുരുകൻ്റെ ക്ഷേത്രങ്ങളും ഒരു മലപ്രദേശത്താണ്. കുன்றிருக்கும் ഇടമെല്ലാം കുമരനിരുക്കും എന്നാണ് ഇവിടുത്തെ ഒരു ചൊല്ല് കേട്ടോ. തമിഴിൽ നല്ല ഭംഗിയായിട്ട് പറയും. ഐ എം നോട്ട് ദാറ്റ് ഫ്ലുവൻ്റ് ഇൻ തമിഴ്. അപ്പോൾ അങ്ങനെയാണ് പറയുക കേട്ടോ. മലപ്രദേശത്താണ് മുരുകൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് ദൂരം പോയി കഴിഞ്ഞാൽ മറ്റൊരു മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ വണ്ടിയെടുത്ത് പോയി. അപ്പോൾ അത് വലിയൊരു മല പ്രദേശമായിരുന്നു. അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ മുരുകൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നത്. കാണാൻ ഭയങ്കര സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും അപ്പം തന്നെ മഞ്ഞ് നന്നായി വീഴാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ 2 പൂജാരി ഇറങ്ങി വരുന്നു. ഒരു ഡൗട്ട് തോന്നി ചോദിച്ചപ്പോൾ വിചാരിച്ച പോലെ ക്ലോസ്ഡ് ആയിരുന്നു. ആ അമ്പലം ക്ലോസ് ചെയ്തിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. ലേറ്റായി പോയായിരുന്നു. ഞങ്ങളിവിടെ ഈ അമ്പലത്തിൽ ഇറങ്ങി ആ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴേക്കും ലേറ്റായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, മുരുകന് വേണ്ടി 48 ദിവസങ്ങൾ വ്രതം ഇരുന്നിട്ട് തീർത്ഥം കുടിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വ്രതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വന്നല്ലോ എന്ന് കരുതിയപ്പോൾ അപ്പോൾ അവർ ആ പൂജാരി ഇറങ്ങി വരുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു കാറിലൊരു ചേട്ടനോടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ഇവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേർക്ക് നടുക്കാണ് ഈ പൂജാരി ഉള്ളത്. ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ആ കാറിൽ നിന്നൊരു ബോട്ടിൽ ആ ചേട്ടൻ നീട്ടിയായിരുന്നു. അപ്പോൾ പൂജാരി ഇതാ തീർത്ഥം ഉണ്ട് കേട്ടോ, ഇവർ നമ്മളുടെ ക്ഷേത്രത്തിലേക്ക് സ്ഥിരം വരുന്ന ആളാണ്, രാവിലെ വന്ന് തൊഴുത് പോയേ ഉള്ളൂ, ഇത് തീർത്ഥമാണ്, അവർ ബോട്ടിൽ വാങ്ങിച്ച് പോയതാണെന്നും പറഞ്ഞിട്ട് നമുക്ക് ആ തീർത്ഥം അവർ തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര എന്താ അത്ഭുതമാണോ സങ്കടമാണോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളത് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും തീർത്ഥമൊക്കെ കുടിച്ചു കേട്ടോ. കാരണം അതൊരു വലിയൊരു മലപ്രദേശം ആയതുകൊണ്ട് ആ സമയത്ത് ഇരുട്ടിക്കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇറങ്ങും. ഒരു വനത്തിന് നടുക്കാണ്, മലയ്ക്ക് നടുക്കാണ് ഈ അമ്പലം ഉള്ളത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് തന്നെ ആ അമ്പലത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സമയം അത്രയും ലേറ്റായിപ്പോയി. മറ്റേ അമ്പലത്തിൽ നിർത്തി എന്തായാലും അവിടം വരെ വന്നു. അപ്പോൾ തൊഴുകാതെ ഇറങ്ങുന്നത് മോശമല്ലേ എന്ന് കരുതി അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയപ്പോഴേക്കാണ് ആ ലേറ്റ് ആയത് കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ 2 പൂജാരികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഒരു കാറും വന്ന് നിൽക്കുന്നു. അത് ശ്രദ്ധിച്ചെങ്കിലും നമുക്ക് ഇങ്ങനൊരു അത്ഭുതം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ കാറിൽ വന്ന ചേട്ടൻ എപ്പോഴും ആ ക്ഷേത്രത്തിൽ വരുന്ന ആളാണ് അത്രേ രാവിലെ. അപ്പോൾ അന്നേ ദിവസം രാവിലെ വന്ന തീർത്ഥം ഒരു ബോട്ടിൽ, അക്വാഫിനയുടെ ബോട്ടിലാണത്, അതിൽ വാങ്ങിച്ച് പോയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ തീർത്ഥം കുടിച്ചിട്ട് നമ്മൾ ഈ വ്രതം അവസാനിപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞത് അവരും കേട്ടു, ആ കാറിലുള്ള ചേട്ടൻ. അപ്പോൾ അങ്ങേര് നമുക്ക് ബോട്ടിൽ നീട്ടിയപ്പോൾ പൂജാരി അങ്ങേര് തന്നെയാണ് വാങ്ങിച്ച് തന്നത്. അപ്പോൾ എല്ലാം ഒരു അത്ഭുതം പോലെ കറക്റ്റ് നമ്മളവിടെ, കാരണം ഇനി വേറെ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഇനി അവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റാവും, ഓരോ അമ്പലങ്ങളും ക്ലോസ് ആവും. അപ്പോൾ ഇനി എന്ത് ചെയ്യും, കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായപ്പോൾ എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് സംഭവിച്ചു കഴിഞ്ഞത് കേട്ടോ. ഇത് തിരുക്കമ്പിയാണ്. നമ്മൾ ഇതുപോലെ ദീപം ഒരുപാട് അങ്ങനെ ആളി കത്താൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ അത് പെട്ടെന്ന് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വിളക്കിൻ്റെ ദീപം എന്ന് പറയുന്നത് ഇതുപോലെ വേണം തെളിയാനായിട്ട്, നല്ല ഭംഗിയിൽ ഒരുപാട് ഇങ്ങനെ ആൾ കത്താതെ
ഇങ്ങനെ നല്ല ഭംഗിയിൽ ചെറുതായിട്ട് അതാണ് ഐശ്വര്യം കേട്ടോ. അപ്പോൾ അത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരിക്കമ്പി ഉപയോഗിക്കുക. സാധാരണ വിരൽ വെച്ചൊന്നും നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല തിരി. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ തിരിക്കമ്പി. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് തീർത്ത് എല്ലാവരും കുടിക്കുന്നു. എന്നിട്ട് താഴെ ഗണപതിയുടെ അമ്പലമുണ്ട്, അവിടെ തൊഴുത് പോയിക്കോളൂ, രാവിലെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോവുകയാണേ. അപ്പോൾ എനിക്കൊരു സംശയം, ചേട്ടൻ്റെ അടുത്ത് എന്താ പേരെന്നൊന്ന് ചോദിക്കണം എന്നൊരാഗ്രഹം. അപ്പോഴേക്കും അവരോട് എന്തൊക്കെ പറഞ്ഞിട്ട് ആ പൂജാരികൾ രണ്ടുപേരും പോയായിരുന്നു കേട്ടോ. അവർ ബൈക്കിലായിരുന്നു, അവരങ്ങോട്ട് പോയി. ഈ ചേട്ടനും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഞങ്ങൾ ഈ സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവർ തൊഴുത് വന്ന് കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേര് ചോദിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ ഭയങ്കര പേടിയുണ്ട്. എങ്ങനെ ചോദിക്കുക, അറിയാത്തൊരു മനുഷ്യനോട് എങ്ങനെ ചോദിക്കുക. പക്ഷെ അത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തതാണ്. ആ ഒരു ഹെൽപ്പിൻ്റെ ഒരു ഇത് എത്ര മാത്രം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ ഒരു എന്താ പറയുക, ലൈഫ് തന്നെയായിരുന്നു. എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലെ, നഷ്ടപ്പെട്ടത് എന്തോ പെട്ടെന്ന് തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി മുരുകൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുത്ത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ പേടിയൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ പേര് ചോദിച്ചു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് കാർത്തികേയൻ എന്നാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. കാരണം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, മുരുകൻ്റെ മറ്റൊരു പേരാണ് കാർത്തികേയൻ എന്നുള്ളത്, മുരുകൻ്റെ തന്നെ പേരാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മുരുകൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേരാണ് എവിടെയും കൊണ്ടെങ്കിലും വരുമായിരിക്കുന്നൊരു എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേര് ചോദിക്കാൻ തന്നെ കാരണം ഇതിനു മുമ്പും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നീട് ഒരു അവസരത്തിൽ ആ കഥ പറഞ്ഞു തരാവേ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മുരുകൻ്റെ പേര് തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു, ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. ഞാനും പ്രകാശേട്ടനും ബുജിമ്മയും ഒക്കെ നന്ദി പറഞ്ഞു കേട്ടോ. ഇതിന് ശേഷം ഞങ്ങൾ പോയി തൊഴുന്നു, ചിരിച്ചിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. തീർത്ഥം ആ ബോട്ടിൽ ലാസ്റ്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ അത് കറക്റ്റായിരുന്നു കേട്ടോ. ഞാനും പ്രകാശേട്ടനും ബുജിമയും ശ്രീരാമനും തീർത്ഥം കുടിച്ചു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഒരു മാജിക്കോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ആ വ്രതം അവിടെ അവസാനിച്ചത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും, കാരണം മുരുകനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മുരുകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കുന്ന രീതിയിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ ആ ഒരു മാജിക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് അറിയാൻ പറ്റും, മുരുകനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് മുരുകനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുരുകനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുരുകന് വേണ്ടിയിട്ട് വരുന്ന തൈപ്പൂയം 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. തൈപ്പൂയം വ്രതം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു, എങ്ങനെയാണെന്നുള്ളത്. രാവിലെയും വൈകിട്ടും വേൽമാറിലോ കന്തസഷ്ടി കവസോ അല്ലെങ്കിൽ മുരുകനെ കുറിച്ചിട്ടുള്ള മന്ത്രങ്ങളോ ചൊല്ലാം. അതേപോലെ തന്നെ പിന്നെ 3 നേരത്തിൽ 1 നേരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ആവശ്യമില്ല, ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ചെയ്യാൻ ഒരേ ഒരു കാര്യം, നോൺ വെജ് കൂട്ടാതിരിക്കുക. ഇനിയിപ്പോൾ വീട്ടിൽ മറ്റ് മെമ്പേഴ്സിന് അവർക്ക് നോൺ വെജ് അത്രയും ദിവസങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തോളൂ. നമ്മൾ കഴിക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ, നമ്മൾ കഴിക്കരുത്. പിന്നെ പായിൽ കിടക്കണം അങ്ങനെയൊന്നുമില്ല, ബെഡിൽ കിടക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ 48 ദിവസങ്ങൾ വ്രതത്തിൽ. പിന്നെ വ്രതത്തിലിരിക്കുന്നവർ ഈ ഭാര്യ ഭർത്ത ബന്ധം, ആ ഒരു ദാമ്പത്യ ജീവിതം വ്രതം ദിവസങ്ങളിൽ അത് വേണ്ട, അതും കുറച്ച് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും തൈപ്പൂയം വ്രതം എടുക്കുക കേട്ടോ. അവരും ഈ വ്രതം ദിവസങ്ങൾ ഭഗവാന് വേണ്ടി നല്ല മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അറിയാവുന്ന മന്ത്രങ്ങൾ വേൽമാറിൽ ചൊല്ലുന്നത് ഈ 48 ദിവസങ്ങൾ ചൊല്ലുന്നത് വളരെ നന്നായിരിക്കും. ഒപ്പം പീരിയഡ്സ് ആയവർ വിളക്ക് വെച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വ്രതം ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മെയിനായിട്ട് നോൺ വെജ് ഒരു കാരണവശാലും കൂട്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞോളൂ. മറ്റടുത്തടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കമൻസിനുള്ള മറുപടി ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മുരുകന് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ 48 ദിവസങ്ങൾ മാറ്റിവെക്കുക, ഒരു മണ്ഡലകാലം 48 ദിവസങ്ങൾ മാറ്റിവെക്കുക. ബാക്കിയൊക്കെ മുരുകൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, ചിലർ മാലയിട്ട് വ്രതം ഇരിക്കുന്നവരുണ്ടായിരിക്കും. മുരുകൻ്റെ 6 പടൈ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുച്ചെന്തൂരിൽ ദർശനം നടത്തുന്ന
പോകുന്നത് സകല വിജയങ്ങൾക്കും അവനവൻ്റെ കർമ്മ വിനകൾക്കനുസരിച്ച് ആ ഒരു സ്പീഡിൽ നമുക്ക് വലിയൊരു മാക്സിമം തിരുച്ചെന്തൂർ മണ്ണിൽ കാല് വെച്ചവർക്കൊക്കെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ച അനുഭവങ്ങൾ ഒത്തിരി പറഞ്ഞും കണ്ടും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവർ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു വരുന്നത് നന്നായിരിക്കും ഈ വ്രതം അവസാനിച്ചതിന് ശേഷം കേട്ടോ. പിന്നെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മളുടെ ഈ ഒരു കപ്പ് ആൻഡ് സോസർ. ഇത് നല്ല ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും എന്തോ ഒരു അട്രാക്ഷനാണ് ഈ കപ്പിന് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ സെയിലിനുണ്ട്. എല്ലാവിധ പൂജാ സാധനങ്ങളും അതേപോലെ തന്നെ ബ്രാസ് വിളക്കുകളും വെസൽസൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കൊടുക്കാം കേട്ടോ. ഫോൺ നമ്പറും നമ്മുടെ വെബ്സൈറ്റും കൊടുക്കാം. അപ്പോൾ ഈ കപ്പ് ആൻഡ് സോസർ വേണമെന്നുണ്ടെങ്കിൽ ബ്രാസിൻ്റെ തന്നെയാണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ ചോദിക്കും ഇതൊക്കെ ഓവറല്ലേ എന്ന്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളല്ലേ, അപ്പോൾ അതിന് നമുക്ക് കടിഞ്ഞാടൊന്നും ഇടാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടമായി. ഈ കപ്പ് ആൻഡ് സോസർ നമ്മുടെ തന്നെ പേഴ്സണൽ യൂസിന് പ്രകാശേട്ടൻ അതിന് ഭയങ്കര കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അതേപോലെ തന്നെ ഈ കോഫി ഫിൽറ്റർ സെറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഡവറിയും ഗ്ലാസും കൂടി, എല്ലാം ബ്രാസിലെയാണ്. ഇത് ഫുൾ സെറ്റ് സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക കേട്ടോ. വെബ്സൈറ്റിൻ്റെയും കോൺടാക്റ്റ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് അവൈലബിൾ ആണ്, ഫിൽറ്റർ കോഫി ഇടുന്ന ഫുൾ സെറ്റ് കേട്ടോ. ഒപ്പം ഇത് ഒരു സെറ്റ് മാത്രമല്ല, 2 സെറ്റ് വേണമെന്നുള്ളവർക്ക്, 2 ഡവറിയും 2 ഗ്ലാസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളത് സെറ്റ് വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ. ഇത് നമ്മുടെ കേരള വിളക്ക്, ചെറിയ സൈസിലുള്ളത്. ഇപ്പോൾ വലിയ നിലവിളക്കൊന്നും വാങ്ങിച്ച് വിളക്ക് വയ്ക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ കുഞ്ഞ് സൈസിലും ചെറിയൊരു പൂജാ റൂമും സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ചെറിയ നമ്മുടെ നിലവിളക്ക് മതിയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഒത്തിരി പേര് ബ്രാസിലെ കുങ്കുമച്ചെപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള നമ്മുടെ കുങ്കുമച്ചെപ്പാണ് ഇത്. നല്ല രസമാണ് കേട്ടോ. വളരെ സിമ്പിൾ ഡിസൈനാണ് ബ്രാസിലെ കുങ്കുമച്ചെപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുങ്കുമച്ചെപ്പ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു അപ്ഡേഷൻ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് 5 ഇഞ്ചിലെ ഗജലക്ഷ്മി വിളക്കാണ്. ഗജലക്ഷ്മി വിളക്കിൽ നമ്മൾ ദീപം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഐശ്വര്യമാണ് ലക്ഷ്മി വിളക്കിൽ വിളക്ക് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു സെറ്റായിട്ട് വിത്ത് പ്ലേറ്റോട് കൂടി കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. ഇതെന്താണെന്ന് നമ്മളുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇത് നമ്മൾ പാല് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ്സിൽ, ബ്രാസിൻ്റെ ഗ്ലാസ്സാണ് പാല് നൈവേദ്യമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രം വേണ്ടുന്നവർക്ക്, സെറ്റായിട്ട് വേണ്ടാതെ ഇത് മാത്രം വേണ്ടുന്നവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് മാടവിളക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ വാതിൽക്കൽ എൻട്രൻസിൽ ഇത് കത്തിച്ച് വയ്ക്കാം. നല്ല ക്വാളിറ്റിയാണ്. വളരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും ക്യൂട്ടായിട്ടുള്ള, അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടിയിട്ടുള്ള നല്ല പീസാണ് കേട്ടോ. പെയറായിട്ട് വാങ്ങിക്കാം. മാടവിളക്കാണ് ഇത്. അപ്പോൾ ഇതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന വിളക്കുകളാണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതും അത്യാവശ്യം നമ്മുടെ പൂജാമുറിയിൽ വേണ്ടുന്നൊരു സാധനമാണ്. ബ്രാസ് സ്റ്റൂള്, ബ്രാസിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയും.
അപ്പോൾ എന്താണ് ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക വെച്ചാൽ വിഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും വിഗ്രഹങ്ങളാണെങ്കിലും വിളക്കാണെങ്കിലും നിലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഓം വിളക്ക് പോലുള്ള വിളക്കുകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അന്നപൂർണ്ണയുടെ നന്ദിയുടെ അല്ലെങ്കിൽ അന്നപൂർണ്ണയുടെ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡിൽ വെച്ച് വഴിപാട് ചെയ്യാം. അതേപോലെ തന്നെ വെള്ളരിക്ക് വിനായകരൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡിൽ വെച്ച് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുപോലെ കുഞ്ഞു വിഗ്രഹങ്ങളും ഒരു പുഷ്പമൊക്കെ വെച്ച് അർച്ചന ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്, 3 സ്റ്റാൻഡോട് കൂടി വരുന്നുണ്ട്. ക്വാളിറ്റിയിലൊന്നും ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല നല്ല പ്രൊഡക്ട്സ് റീസണബിൾ ആയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതാണ് വെള്ളരിക്ക് വിനായകർ എന്ന് പറയുന്നത്. വെള്ളരിക്കൻ ചെടിയുടെ വേര് കൊണ്ട് തയ്യാറാക്കുന്നതാണ്. ഒത്തിരി പേർക്ക് ഈ വെള്ളരിക്ക് വിനായകനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ വെള്ളരിക്ക് വിനായകർ നമ്മളുടെ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യുന്നത് നമ്മുടെ വ്യാപാരത്തിൽ ഉയർച്ച, തൊഴിൽ സംബന്ധമായിട്ട് ധനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളരിക്ക് വിനായകർ നമ്മൾ വെച്ച് വഴിപാട് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ വഴിപാട് ചെയ്യേണ്ടതെന്നും കൂടി ഷോർട്ടായിട്ട് പറയാം കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഈ വെള്ളരിക്ക് വിനായകർ പൂജാ റൂമിലും തൊഴിൽ സ്ഥലത്തും വ്യാപാരത്തിലൊക്കെ നല്ല രീതിയിൽ വരാനാണ് കേട്ടോ സാധാരണ നമ്മൾ വെള്ളരിക്ക് വിനായകർ വെച്ച് വഴിപാട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാഷൊക്കെ നമ്മൾ എടുത്ത് വെക്കില്ലേ, ആ ബീറോയിലും വാർഡ്രോബിലും നമുക്ക് ക്യാഷ് ബോക്സിൻ്റെ അടുത്തും നമുക്ക് ഈ വെള്ളരിക്ക് വിനായകർ മഞ്ഞൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. മഞ്ഞൾ പനിനീരിൽ ചാലിച്ച് നന്നായി ഇതിൽ കഴുകി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചന്ദനവും പൊട്ടും കുങ്കുമമൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ക്യാഷ് ബോക്സിൻ്റെ അടുത്ത് വയ്ക്കാം, വാർഡ്രോബിൽ വയ്ക്കാം, അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ദീപം ധൂപം ആരാധനയൊക്കെ ചെയ്തിട്ട് നമുക്ക് 16 തവണ പോട്രി പറയാം. ഓം ലക്ഷ്മി ഗണപതയേ നമ അല്ലെങ്കിൽ ഓം കം ഗണപതയേ നമ പോട്രിയൊക്കെ ചൊല്ലി നമുക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ നന്നാണ് കേട്ടോ.